എന്നെ ഒരിക്കൽ ഞാൻ മണിച്ചേട്ടനെ വിളിച്ചപ്പോൾ മണിച്ചേട്ടൻ എവിടെയുണ്ട് നീ? ഞാൻ പറഞ്ഞ് ചാലക്കുടി വഴി പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് എന്നെ ഇവിടെ ഇറങ്ങൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ ഒരു കാവ്യ കൊണ്ട കൊടുത്ത് ഒരു ബുള്ളറ്റിന് വന്ന് രീതിയിൽ എന്നെ ബുള്ളറ്റിൽ കയറ്റിയിട്ട് എല്ലായിടത്തും മണിക്കൂടാരം എന്ന് പറഞ്ഞൊരു നേരെ വീടുകൾ എല്ലായിടത്തും കൊണ്ടേ കാണിച്ചു. ഇവരെ തറവാട്ടിൽ കൊണ്ടുപോയി. അന്ന് അമ്മയുണ്ട്, അമ്മേനെയൊക്കെ പരിചയപ്പെടുത്തി എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരിക്കലൊരു സഹോദരിയുടെ പെങ്ങളുടെ കല്യാണത്തിനോ എന്തിനോ പെങ്ങളുടെ മോളുടെ കല്യാണത്തിനോ എന്നെ വിളിച്ചിട്ട് ഞാനവിടെ രാത്രി ഒരുപാട് വൈകിയാണ്, ഹൈദരാബാദിൽ നിന്ന് വന്ന് ഒരുപാട് രാത്രിയായി. അപ്പോൾ മണിച്ചേട്ടൻ കിടക്കണേ. ഞാൻ മണിച്ചേട്ടൻ്റെ വീട്ടില്ല. അപ്പോൾ മണിച്ചേട്ടൻ്റെ വീട്ടിലധികം സുഹൃത്തുക്കളൊന്നും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. ഞാൻ കയറി മണിച്ചേട്ടൻ തട്ടി വിളിച്ചിട്ട് അയ്യോ എന്താണ് ഇത്ര വൈകിയത്? ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്ന വഴിയാണ്, അപ്പോൾ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വൈഫിനെയൊക്കെ പരിചയപ്പെടുത്തി അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു സ്നേഹം കാണിക്കണതിൽ ഈ പറഞ്ഞ രാമകൃഷ്ണൻ്റെ കാര്യത്തിലാണെങ്കിൽ രാമകൃഷ്ണന് പണ്ടത്തെ പോലെയല്ലേ, ഇപ്പോൾ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്, നമ്മളെല്ലാം കാണുന്നുണ്ട്. പണ്ടത്തെ ഒരു രാമകൃഷ്ണനിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട് അല്ലേ? അതെ, എത്ര പേരുണ്ട് ഇപ്പോൾ ഏകദേശം? എണ്ണി നോക്കിയിട്ടില്ല. ഇത് ചേട്ടൻ വെച്ച് തന്ന നമ്മുടെ കലാസ്ഥാപനം, അതായത് അച്ഛൻ്റെ പേരിൽ 2013 ചേട്ടൻ ഒരു കലാസ്ഥാപനം വെച്ച് തന്നിരുന്നല്ലോ. അപ്പോൾ അവിടെ ചേട്ടൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കല പഠിക്കാനുണ്ടായ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, സാഹചര്യങ്ങൾ, അത് ഇനി വരുന്ന അല്ലെങ്കിൽ കലയെ ഇഷ്ടപ്പെടുന്ന വരുന്ന ഒരു കുട്ടിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ആ സ്മാരകം വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ വേറെ എവിടെയും പോകാണ്ട് ഒരുപക്ഷെ നമുക്കൊരു അവിടെ നിന്ന് ഒരു ലാഭമോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള നിവൃത്തിയൊന്നും അവിടുന്ന് ഇല്ലെങ്കിൽ പോലും നമ്മളവിടെ ഇപ്പോഴും ചേട്ടൻ പറഞ്ഞു തന്ന വാക്കിനെ അർത്ഥവത്താക്കിക്കൊണ്ട് വരുന്ന ഒരുപാട് കലാകാരന്മാർക്കും കലാകാരികൾക്കും അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. കുട്ടികളുടെ എണ്ണം നോക്കാറില്ല, വരുന്നവർ വരും, പഠിക്കുന്നു, നമ്മളെ കൊണ്ടാവുന്നു ചെയ്യുന്നു. ഫീസ് തരാൻ പറ്റുന്നവർ ഫീസ് തരുന്നു, ഇല്ലാത്തവർക്ക് സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ ഫീസിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നു.